മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ചട്ടമ്പിസ്വാമികളുടെ ക്രിസ്തുമത ചേതനമെന്ന ആ പുസ്തകം ഞാൻ വായിച്ചു. അതിൽ നല്ല പ്രതികരണം പല സ്ഥലത്തുനിന്നുണ്ടായി. എങ്കിലും കുറച്ച് വ്യക്തികൾ, ഹിന്ദു പേരുള്ളവരുമുണ്ട്, ക്രിസ്ത്യൻ പേരുള്ളവരുമുണ്ട്. ആരാണ് ഹിന്ദു ആരാണ് ക്രിസ്ത്യൻ എന്ന് അറിഞ്ഞൂടാ. ധാരാളം ക്രിസ്ത്യൻ പേരുള്ളവര് ഇപ്പോ നമ്മുടെ പൈതൃകത്തെ അസാധാരണമാം വിധത്തിൽ സ്നേഹിക്കുന്നു. യൂട്യൂബിൽ നൽകിയിരിക്കുന്ന വിവരണങ്ങൾ വളരെ അഭിനന്ദനാർഹമായിട്ട് സ്വീകരിക്കുന്നു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്ത 10 PDF-ന്റെ നോട്ടീസ്, ബ്രോഷറ്, അത് വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. മുസ്ലിങ്ങൾ കുറവാണ്, ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. ഇപ്പൊ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളാണോ ഇനി പറയാൻ പോകുന്ന ചോദ്യം ചോദിച്ചത്, അല്ല ഹിന്ദുക്കളാണോ അറിഞ്ഞൂടാ. അത് എതിർത്തുകൊണ്ട് ചോദിച്ച, വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യവും അതിനകത്തുണ്ട്. അറിയാൻ വേണ്ടി ചോദിച്ച ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ചോദ്യം ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. ചട്ടമ്പിസ്വാമികൾ, വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ ക്രിസ്തുമത ഛേദനം 100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയപ്പോ ആ ക്രിസ്തുമത ഛേദനത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചും ബൈബിളിനെ കുറിച്ചും ഇത്രയും മോശമായ രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ വസ്തുതാപരമായ രീതിയിൽ 2 വാക്കുകളും ഉണ്ട്. അദ്ദേഹം എഴുതി. ആ അദ്ദേഹത്തിനോടും അദ്ദേഹം എഴുതിയത് വായിച്ച ഗോപാലകൃഷ്ണൻ സാറിനോടും ഒരു ചോദ്യം ചോദിക്കുന്നു. ഇത്രയൊക്കെ കുഴപ്പമുള്ളതാണ് ക്രിസ്തുമതം എങ്കിൽ അത് ഈ ലോകം മുഴുവനും വ്യാപിക്കാൻ എന്താ കാരണം? ഈ കുഴപ്പമില്ല ഉള്ളതിനെ ജനങ്ങൾ തിരസ്കരിക്കുകയല്ലേ പതിവുള്ളൂ. അതെങ്ങനെയാ ലോകം മുഴുവനും സ്വീകരിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിനി വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഗോപാലകൃഷ്ണന് ഒരു ജോലിയേ ഉള്ളൂ, മറ്റു മതങ്ങളെ അവഹേളിക്കൽ മാത്രമേ ജോലിയുള്ളൂ എന്ന് തോന്നും. പക്ഷെ ഇത്രയും പേരിങ്ങനെ ഒരു ചോദ്യം ഇമെയിൽ വഴിക്ക് ചോദിച്ചപ്പോ ഞാൻ അതിന് ഉത്തരം കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് ഉത്തരം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ചട്ടമ്പിസ്വാമികള് കുഴപ്പം കണ്ടെത്താൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ക്രിസ്തുമതം ലോകം മുഴുവനും പ്രചരിപ്പിച്ചത് എങ്ങനെയാണെന്നുള്ളതിന് ഉത്തരം ചട്ടമ്പിസ്വാമികൾക്കും അറിഞ്ഞുകൂടായിരുന്നു. അത് മാത്രം നോക്കിയാൽ മതിയായിരുന്നു ക്രിസ്തുമതത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ എന്ന് ആരെങ്കിലും വിചാരിക്കാം. ചട്ടമ്പിസ്വാമികൾ തന്നെ പറഞ്ഞത് ഞാനൊന്ന് വായിക്കാം. നേരത്തെ ഞാനത് വായിച്ചിരുന്നില്ല, കാരണം വേണ്ടാന്ന് വിചാരിച്ചിട്ടാ വായിക്കാതിരുന്നത്. ചട്ടമ്പിസ്വാമികളുടെ ക്രിസ്തുമത ഛേദനത്തിന്റെ തന്നെ ഭാഗമാണ് ഇനി വായിക്കാൻ പോകുന്നത്. എങ്ങും ക്രിസ്തുമതം നിറഞ്ഞിരിക്കുന്നതിന് കാരണം എന്തെന്നാൽ, ഇത് എന്റെ വരിയല്ല, ചട്ടമ്പിസ്വാമിയുടെ വരിയാണ്. 300 AD 300 റോമിൽ കോൺസ്റ്റന്റൈൻ എന്ന രാജാവ് ആളൊന്നിന് 12 പൊന്നും വസ്ത്രവും കൊടുത്ത് 12,000 പുരുഷന്മാരെയും 10,000 സ്ത്രീകളെയും കുട്ടികളെയും ക്രിസ്ത്യാനികളാക്കി ആരംഭിച്ച മതം മാറ്റ രീതിയാണ് ക്രിസ്ത്യാനികൾ ഉണ്ടാകാൻ കാരണം. മറ്റു മതക്കാരെ കൊന്നും സ്വത്തുക്കൾ കൈക്കലാക്കിയുമാണ് അവരത് ചെയ്തത്, മതപരിവർത്തനം ചെയ്തത്. അർമേനിയ എന്ന ദേശത്ത് ക്രിസ്തുമതം സ്വീകരിക്കാത്ത 100,000 പേരെ തിയോസറ എന്ന രാജാവ് കൊന്നു. 10-ാം നൂറ്റാണ്ട് ഫ്രാൻസിൽ പണവും പൊന്നും കൊടുത്ത് ചാൾസ് ജനങ്ങളെ എല്ലാവരെയും മതം മാറ്റി. 10-ാം നൂറ്റാണ്ടിൽ പോളണ്ടിൽ ക്രിസ്തുമതം സ്വീകരിക്കാത്തവരെ നരകയാതന അനുഭവിപ്പിച്ചാണ് മതം മാറ്റിയത്. 10-ാം നൂറ്റാണ്ടിൽ ഡെൻമാർക്ക് ദേശത്തെ രാജാവ് സ്വന്തം ജനങ്ങളെ ഭീഷണിപ്പെടുത്തി എല്ലാവരെയും മതം മാറ്റി. 10-ാം നൂറ്റാണ്ടിൽ റഷ്യയിലെ രാജാവ് വിവാഹം കഴിച്ച ഗ്രീക്കിലെ ക്രിസ്ത്യൻ സ്ത്രീയുടെ നിർബന്ധപ്രകാരം ജനങ്ങളെ മൊത്തത്തിൽ മതം മാറ്റിയത് വാൾമുന കാണിച്ചായിരുന്നു. 6-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലുണ്ടായിരുന്ന ജൂതന്മാരെ നിർബന്ധിച്ചാണ് പൂർണ്ണമായും മതം മാറ്റിയത്. എല്ലാ ദേശത്തിലുമുള്ള ജനങ്ങളെ നിർബന്ധിച്ച് ക്രിസ്ത്യാനികളാക്കണമെന്നും അനുസരിക്കാത്തവരെ കൊന്നുകളയണമെന്നും 1229 യൂലോസിൽ വെച്ച് തീരുമാനിച്ചു. ക്രിസ്ത്യന്മാരാകാത്തവരെ നഗ്നരാക്കുക, ദണ്ഡിപ്പിക്കുക, യന്ത്രത്തിൽ അമർത്തുക,
നഖം പിഴുതെടുക്കുക തുടങ്ങി ക്രൂരമായി ദണ്ഡിപ്പിച്ചിരുന്നു. ക്രിസ്ത്യാനിയാകാത്തവനെ അമർത്തിക്കൊല്ലുവാൻ ചിവോലൈറ്റ് എന്ന യന്ത്രം രൂപപ്പെടുത്തിയിരുന്നു. ഈ യന്ത്രം ഉപയോഗിച്ചും ജീവനോടെ തീയിലിട്ടും സ്പാനിയ ദേശത്തിലെ ക്രിസ്ത്യാനിയാകാൻ വിസമ്മതിച്ച 31,912 പേരെ കൊന്നു. കൂടാതെ അടുത്ത വർഷം 2,91,450 പേരെ ക്രൂരമായി ദണ്ഡിപ്പിച്ചും കൊന്നു. 1492 സ്പെയിൻ രാജാവ് ക്രിസ്തുമതം സ്വീകരിക്കാത്തവരെയെല്ലാം ഒറ്റയടിക്ക് നാടുകടത്തി. എല്ലാം ഉപേക്ഷിച്ചു പോകുന്നവർക്ക് ഒരു സഹായവും ചെയ്യരുതെന്ന് പാതിരിമാർ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഭക്ഷണവും ദാഹജലവും ലഭിക്കാതെ ആയിരങ്ങൾ പിടഞ്ഞു മരിച്ചു. ക്രിസ്തുമതം സ്വീകരിക്കാത്ത 30 ലക്ഷം പേരെ 1502 സ്പെയിനിൽ നരകയാതന അനുഭവിപ്പിച്ച് നാടുകടത്തി. 1539 ശേഷം ഇംഗ്ലണ്ടിൽ ക്രിസ്തുമതം സ്വീകരിക്കാത്തവരെ തൂക്കിലിട്ടും തീയിലിട്ടും യന്ത്രത്തിൽ അരച്ചും കൊന്നു. 277 കത്തോലിക്കരെ പ്രൊട്ടസ്റ്റന്റ് ആകാത്തതിന് ഇംഗ്ലണ്ടില് തീയിലിട്ട് കൊന്നു. 1674 മതം മാറാത്ത അയർലൻഡുകാരെ ദണ്ണിപ്പിച്ച് 8000 ആയുധധാരികളെ കൊണ്ടായിരുന്നു വധിച്ചത്. 18 വർഷത്തിനുള്ളിൽ ഇവിടെ 10,220 പേരെയാണ് ചുട്ടുകൊന്നത്. 97,321 പേരെ മരണം വരെ ജയിലിലിട്ടു. ചലമാൻകയിൽ ക്രിസ്തുമതം സ്വീകരിക്കാത്ത 2000 പേരെ ചുട്ടുകൊന്നു. 17,000 പേരെ ജയിലിലിട്ടു കൊന്നു. ഇക്കാരണത്താൽ തന്നെ ഹംഗറിയിൽ ആയിരങ്ങളെ കൊന്നു. ജർമ്മനിയിൽ ഗുരുക്കന്മാരെ പോലും തൂക്കിക്കൊന്നു. 1550 ഇംഗ്ലണ്ടിൽ ആൽവ എന്നയാള് പ്രൊട്ടസ്റ്റന്റ് ഹിന്ദുമതം സ്വീകരിക്കാത്ത 18,000 പേരെ കൊന്നു. ഒരു വർഷത്തിൽ 8,000 പേരെ ദഹിപ്പിച്ചും കൊന്നു. 1972 ആഗസ്റ്റ് 24 പാരീസിൽ ക്രിസ്തുമതം സ്വീകരിക്കാത്ത 1400 പേരെ അസ്ത്രമെയ്ത് അവിടുത്തെ രാജാവ് കൊന്നു. എന്നിട്ടും ക്രിസ്തുമതം സ്വീകരിക്കാത്തവരെ കത്തികൊണ്ട് കുത്തിയും സൂചി തറച്ചും ചുട്ടുപഴുത്ത ഇരുമ്പിൽ നിർത്തിയും പല്ല്, ചെവി, മൂക്ക് ഇവ പറിച്ചെടുത്തും ദണ്ണിപ്പിച്ചു കൊന്നു. ക്രിസ്തുമതം നല്ലതിൻവണ്ണം പ്രചരിച്ചു എന്നതിന് കാരണങ്ങളിൽ ചിലത് മാത്രം തെളിവായി വെച്ചു എന്ന് മാത്രം. സഹിപ്പാൻ വയ്യാത്ത ഇങ്ങനെയുള്ള ഹിംസകളെ ചെയ്താൽ ആരാണ് ക്രിസ്തുമതത്തിൽ ചേരാതിരിക്കുക? ഇതര മതങ്ങളുമായി താരതമ്യം ചെയ്ത് ക്രിസ്തുമതം നല്ലതെന്ന് കണ്ട് ജനങ്ങൾ സ്വീകരിച്ചതല്ല ഇത്. ജീവഹാനിയും മരണവേദനയും ഭയന്ന് രക്ഷപ്പെടാൻ സ്വീകരിച്ചതാണ് ഈ മതം. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്യൻ രാജ്യങ്ങളിലും സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ അവർ പള്ളിമതം ഉപേക്ഷിക്കാൻ കാരണവും ഇതാണ്. മനുഷ്യ ജീവൻ കൊണ്ട് താണ്ഡവമാടി മതം മാറ്റിയാണ് ക്രിസ്തു സന്ദേശം എത്തിച്ചത്. ഇന്നത് മറ്റൊരു വിധത്തിൽ ചെയ്യുന്നു. ഇതാണ് ചട്ടമ്പി സ്വാമി എഴുതിയതാണ്. ഞാൻ അതിൽ കൂടുതലൊന്നും എഴുതുന്നില്ല. ഞാൻ എഴുതിയ ഒരു വരിയുണ്ട്, അത് ഞാൻ വായിക്കുന്നുമില്ല. കാരണം ക്രിസ്തു മതഛേദനത്തിന്റെ ബാക്കി പത്രം എന്ന് പറഞ്ഞ ഒരു ചെറിയ പാരഗ്രാഫ്. ഏതായാലും എന്നോട് ചോദ്യം ചോദിച്ചവർക്ക് ചട്ടമ്പി സ്വാമിയുടെ അതേ വരി ഞാൻ ഒരു വ്യാഖ്യാനവും കൊടുക്കാതെ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. ഇനി ക്രിസ്ത്യാനികള്, കേരളത്തിലെ ക്രിസ്ത്യാനികളാണ് ഭാരതത്തെ മുഴുവനും മതം മാറ്റുന്നത്. അവര് ഒരു പുനർവിചിന്തനത്തിന് വിധേയമാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആ മതം ഈ നാട്ടിൽ വളരേണ്ടതുണ്ടോ, പ്രചരിപ്പിക്കേണ്ടതുണ്ടോ എന്നുകൂടി ഒന്ന് ചിന്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രണാമം, നമസ്കാരം.